സ്നേഹത്തിൻ്റെ ധൂർത്തനായ ദൈവത്തിൻ്റെ അരികെ സ്നേഹം സ്വന്തമാക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 3 വരെയും 11 മുതൽ 32 വരെയും ഉള്ള വാക്യങ്ങളാണ്. ധൂർത്ത പുത്രൻ്റെ ഉപമ. 3 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. ഒന്നാമതായി, നമ്മെ സ്നേഹിക്കുകയും തൻ്റെ കരങ്ങളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സുരക്ഷിതമാക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണത്. ഇംഗ്ലീഷ് നോവലിസ്റ്റ് D.H. ലോറൻസ് എഴുതി, ജീവനുള്ള ദൈവത്തിൻ്റെ കൈകളിൽ വീഴുന്നത് ഭയങ്കരമായ കാര്യമാണ്, എന്നാൽ അവയിൽ നിന്ന് വീഴുന്നത് അതിലും ഭയാനകരമായ കാര്യമാണ്. ധൂർത്തപുത്രൻ്റെ ഉപമയ്ക്ക് ഒരുപാട് തലങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ കാതൽ നമ്മെ സ്നേഹിക്കാനും അവൻ്റെ കരങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുവാനുമുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. പരമ്പരാഗതമായി ധൂർത്തനായ പുത്രൻ എന്നറിയപ്പെടുന്ന ഈ ഉപമയെ സ്നേഹമുള്ള അല്ലെങ്കിൽ ക്ഷമിക്കുന്ന പിതാവ് എന്ന് കൂടുതൽ ഉചിതമായി വിളിക്കാം. കാരണം മകൻ വഴിതെറ്റിപ്പോകുന്നതല്ല പ്രധാന കാര്യം. പിതാവ് തൻ്റെ സ്നേഹം മകനോട് ചൊരിയുന്നത് പോലെ എന്തുതന്നെയായാലും പിതാവായ ദൈവത്തിൻ്റെ വ്യക്തിത്വം നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നതിൽ യേശു പറഞ്ഞ ഈ ഉപമകളിൽ ഏറ്റവും ശക്തമായതാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. ദൈവസ്നേഹത്തിൻ്റെ സമ്പൂർണതയാകുന്ന പിതാവിൻ്റെ സ്നേഹം ഒരു വശത്ത്, ലോക സ്നേഹത്തിൻ്റെ സ്വാർത്ഥതയാകുന്ന ഇളയ മകൻ മറുവശത്ത്. ഇവ രണ്ടിൻ്റെയും മധ്യയാണ് നിശ്ചയമായും നാം ഇന്നും ജീവിച്ചു പോകുന്നത്. രണ്ടാമതായി, സ്നേഹം തന്നെയായ പിതാവിനെയും സ്വന്തം ഭവനത്തെയും സഹോദരനെയും നാടിനെയും ഉപേക്ഷിച്ച് ഇറങ്ങുന്ന ഇളയ മകൻ. ജീവിതത്തിൻ്റെ കുടുംബമെന്ന യാഥാർത്ഥ്യത്തിനും പിതാവ് എന്ന സത്യത്തിനും സ്നേഹമെന്ന മൂല്യത്തിനും ഒക്കെ അപ്പുറം നോക്കുവാനായി ശ്രമിക്കുന്ന ഇളയ മകൻ. തൻ്റെ ജീവിതത്തിൽ സ്നേഹസമ്പുഷ്ടിയുടെയും സന്തോഷത്തിൻ്റെയും നിറവനുഭവം നിറമനസ്സോടുകൂടി ആസ്വദിക്കുവാൻ കഴിയാതെ വീണ്ടും അവൻ എന്തൊക്കെയോ അന്വേഷിച്ചു എന്നതാണ് അവൻ്റെ ഇറങ്ങിപ്പോക്കിന് കാരണം. അവൻ തിരസ്കരിക്കുന്നത് ഈ പറഞ്ഞ സത്യങ്ങളൊക്കെ തന്നെയാണ്. മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന നോവലിൽ എഴുത്തുകാരനായ ആനന്ദ് പ്രേം എന്ന് പറയുന്ന ഒരു യുവാവിനെ വരച്ചു കാട്ടുന്നുണ്ട്. അർത്ഥമില്ലാത്ത കൂട്ടങ്ങൾ എന്ന് അർത്ഥം വരുന്ന ചൗപ്പാത്തികൾ, വെറും കൂട്ടങ്ങളുടെ ഉള്ളിലേക്ക് ഇവൻ ചെന്ന് പലരോടായി ചോദിക്കുന്നു, എന്തിനാണ് ഇവരൊക്കെ ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്? അപ്പോൾ ഒരു വൃദ്ധൻ അവനോട് പറഞ്ഞു, ആർക്കും അറിയില്ല എന്തിനു വേണ്ടിയാണ് ഈ ആൾക്കൂട്ടമെന്ന്. ഈ ആൾക്കൂട്ടത്തിൻ്റെ പേരാണ് ചൗപ്പാത്തി. ഒരു തരത്തിൽ ഇളയ മകൻ ഇറങ്ങി നടന്നത് ഇതുപോലെയുള്ള ഒരു അർത്ഥമില്ലാത്ത യാഥാർത്ഥ്യത്തിൻ്റെ ലൗകിക സുഖങ്ങളുടെ ഒരു ജഡിക ലോകത്തേക്കാണ്, അർത്ഥമില്ലാത്ത ജഡികതയുടെ ജീവിതാനുഭവത്തിലേക്ക്. അവനെ ആരും മാനസാന്തരത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നില്ല. ആരും അവനെ മാനസാന്തരപ്പെടുവാൻ ആവശ്യപ്പെടുകയോ ആരും ഇടപെടുകയോ ചെയ്യുന്നില്ല. കാരണം മാനസാന്തരത്തിൻ്റെ സമ്പൂർണത അവനിറങ്ങി വന്ന അവൻ്റെ അപ്പനിലും ഭവനത്തിലും കുടുംബത്തിലും തന്നെയായിരുന്നു എന്നതാണ് സത്യം. ചിലപ്പോഴെങ്കിലും നാം അന്വേഷിക്കുന്ന ദൈവാനുഭവം നാം നഷ്ടപ്പെടുത്തിയ ദൈവപദ്ധതിയിലാണ് എന്ന് ഇളയമകൻ്റെ ജീവിതാനുഭവം നമുക്ക് വരച്ചു കാട്ടിത്തരുന്നു. അവൻ ആ പിതാവിൻ്റെ സ്നേഹത്തെ ഓർക്കുക മാത്രമാണ് ചെയ്യുന്നത്, നഷ്ടപ്പെട്ട പിതാവിൻ്റെ സ്നേഹത്തെ. നമ്മൾ വായിക്കുന്നത് തുടരുമ്പോൾ യുവാവ് അവൻ്റെ ബോധത്തിലേക്ക് വരികയും അനുതപിക്കുകയും കരുണയും ക്ഷമയും ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അവൻ്റെ അസ്തിത്വത്തിൻ്റെ ആഴത്തിലേക്ക് പിതാവ് ഇറങ്ങി വരികയാണ്. അവൻ്റെ അടുത്തേക്ക് പിതാവെത്തി അവനെ പൂർണ്ണ കുടുംബ അംഗത്വത്തിലേക്ക് പുനഃസ്ഥാപിക്കുന്നു. മൂന്നാമതായി, സർവ്വതും നഷ്ടപ്പെടുത്തിയ ഇളയ മകന് പിതാവ് കൊടുത്ത അംഗീകാരത്തിലും സ്നേഹത്തിലും അസന്തുഷ്ടനാകുന്ന മൂത്ത മകൻ. തൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ സമ്പാദിച്ചതിലുള്ള സന്തോഷമല്ല, മറിച്ച്
സ്വതന്ത്രമായും സ്വയമേവയും തൻ്റെ സഹോദരന് പിതാവ് നൽകിയ സ്നേഹത്തോടും ക്ഷമയോടും ജ്യേഷ്ഠൻ സമ്പൂർണമായ നീരസം പ്രകടിപ്പിക്കുകയാണ്. ഒരർത്ഥത്തിൽ ധൂർത്തപുത്രനായ ഇളയ മകൻ മൂത്ത മകനോട് അവിടെ നിരുപാധികം ക്ഷമിക്കുന്നുണ്ട്. കാരണം അവനോട് ക്ഷമിച്ച പിതാവിൻ്റെ സ്നേഹം, അവൻ ക്ഷമിക്കപ്പെട്ട ജീവിത സത്യത്തിലൂടെ കടന്നുപോയതുകൊണ്ട് മൂത്ത മകനോട് ക്ഷമിക്കുവാൻ അവന് സാധിച്ചിട്ടുണ്ടാകണം. അങ്ങനെ ആ കുടുംബത്തിലേക്ക് വീണ്ടും അവൻ ചേർത്ത് വയ്ക്കപ്പെട്ടു എന്നതായിരിക്കണം ഈ കഥയുടെ ഏറ്റവും വലിയ സമ്പൂർണത. പ്രിയരെ, അർത്ഥമില്ലാത്തതിൻ്റെ പിന്നാലെ പോകുന്നതാണ് ദൈവത്തിൽ നിന്നും ഇറങ്ങി നടക്കുന്ന അവസ്ഥ. വീണ്ടും ദൈവസ്നേഹത്തിൻ്റെ അർത്ഥം കണ്ടെത്തുമ്പോഴാണ് പാപം നാം ബോധ്യപ്പെടുന്നത്. ദൈവസ്നേഹത്തിലേക്ക് നമുക്ക് തിരികെ വരാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല, ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല. എൻ്റെ നാഥൻ എന്നെ തേടും, എനിക്കായി കാത്തിരിക്കും, എൻ്റെ കുറ്റങ്ങളെല്ലാം പൊറുക്കും, സ്നേഹത്തോടെ മാറോടു ചേർക്കും. ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല, ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല. എൻ പിതാവിൻ്റെ സ്നേഹത്തെ തള്ളി പാപവഴിയെ പോയേറെ ദൂരം, ലോകമോഹങ്ങളിൽ ഞാൻ കുടുങ്ങി, നഷ്ടമായി സ്വന്തമായുള്ളതെല്ലാം. എൻ പിതാവിൻ്റെ സ്നേഹത്തെ തള്ളി പാപവഴിയെ പോയേറെ ദൂരം, ലോകമോഹങ്ങളിൽ ഞാൻ കുടുങ്ങി, നഷ്ടമായി സ്വന്തമായുള്ളതെല്ലാം. വേദനയിൽ ഞാൻ നീറിയിടവേ, ഏകനായി തേങ്ങി കരഞ്ഞിടവേ, എൻ പിതാവിൻ്റെ സ്നേഹം ഞാൻ ഓർത്തു. ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല, ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല. പാപവഴികൾ എല്ലാം
ഉപേക്ഷിച്ചു എൻ ഭവനത്തിലേക്കു മടങ്ങി. എന്നെയും കാത്തു കാത്തിരിക്കുന്ന എൻ പിതാവിൻ്റെ സ്നേഹം ഞാൻ കണ്ടു. പാപഭാരത്താൽ ഞാൻ വിങ്ങിടവേ മിഴികൾ നിറഞ്ഞൊഴുകിയിടവേ എൻ പിതാവെന്നെ മാറോടു ചേർത്തു. ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല, ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല. എൻ്റെ താതൻ എന്നെ തേടും, എനിക്കായി കാത്തിരിക്കും. എൻ്റെ കുറ്റങ്ങളെല്ലാം പൊറുക്കും, സ്നേഹത്തോടെ മാറോടു ചേർക്കും. ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല.